കേട്ടത് നേരാണോ? ഈ രാജ്യത്തെ ഉന്നതനായ ഒരു നേതാവ് ദളിതനായതിന്റെ പേരിൽ അദ്ദേഹം പ്രസംഗിച്ചിടം ശുദ്ധികലശം നടത്തിയെന്നോ? ശരിയായിരിക്കില്ല. ആണെങ്കിൽ 80 വർഷം പഴക്കമുള്ള ആ ചെക്ക് വീണ്ടും മടക്കിയിരിക്കുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് 1947 ഓഗസ്റ്റ് 15 ഭരണഘടനാ നിർമ്മാണ സഭ ഒപ്പിട്ട ഇന്ത്യയുടെ ഏറ്റവും മൂല്യമുള്ള ചെക്ക്. സ്വാതന്ത്ര്യത്തിന്റെയും തുല്യതയുടെയും അക്കൗണ്ടുകൾ കാലിയാണ്. അനേകായിരം സ്വാതന്ത്ര്യ സമര പ്രസംഗങ്ങൾ, ഭരണഘടനയെ ആണയിട്ടുള്ള സത്യപ്രതിജ്ഞകൾ, ചിട്ടവട്ടങ്ങൾ പാലിച്ചുള്ള ദേശീയഗാന ഗീതാലാപനങ്ങൾ, ദേശീയ പതാക വന്ദനങ്ങൾ, സാമ്പത്തിക ശക്തി, ലോക മാതൃക, പ്രകടനങ്ങളും വായാടിത്തങ്ങളുമായി നമ്മൾ ഈ ചതുപ്പ് നിലങ്ങളിൽ നിശ്ചലരായിരിക്കുന്നു. ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്കൊരു സ്വപ്നമുണ്ട്. അടിമത്ത മൊത്ത വ്യാപാരികളായിരുന്ന സാമ്രാജ്യത്വത്തെ കപ്പൽ കയറ്റിയ അനേകായിരം സ്വാതന്ത്ര്യ സമര സേനാനികൾ കണ്ട സ്വപ്നം. അത് പങ്കുവെക്കുന്നതിനു മുൻപ് 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ എവിടെയാണ് നാം ശയിക്കുന്നതെന്നറിയാൻ ഉത്തരാഖണ്ഡിലേക്ക് പോകണം. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലെ രാംലീല മൈതാനത്ത് 8ാം തീയതി രാജ്യസഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് ദേശീയ അധ്യക്ഷനുമായ മല്ലികാർജുൻ ഖാർഗെ വിജയ ശംഖനാഥ് റാലിയെ അഭിസംബോധന ചെയ്തിരുന്നു. 10ാം തീയതി BJPയുമായി ബന്ധമുള്ള സംഘടന ഖാർഗെ പ്രസംഗിച്ച വേദിയിൽ ശുദ്ധീകരണത്തിനായി യാഗം നടത്തി. ഖാർഗെ തന്നെയാണ് ഇക്കാര്യം രാജ്യസഭയിൽ അറിയിച്ചത്. പക്ഷെ ഇതിൽ പുതുമയില്ല. സാധാരണക്കാരായ ദളിതരും ആദിവാസികളും നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവേചനത്തിന്റെ നിന്ദ്യമായ മറ്റൊരു അധ്യായം മാത്രം. ഖാർഗെ പറഞ്ഞത് ഇങ്ങനെയാണ്: സംഭവത്തെ രാഷ്ട്രീയ തർക്കമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ അവഗണിക്കാനാകില്ല. എന്നെ സംരക്ഷിക്കണമെന്ന് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. പോരാടാനുള്ള കരുത്ത് എനിക്കുണ്ട്. എന്നാൽ നിങ്ങളെ തന്നെ തൊട്ടുകൂടാത്തവനായി കാണുകയും ശുദ്ധീകരണം നടത്തി അവഹേളിക്കുകയും ചെയ്യുന്നു. ഇത് രാജ്യത്തെ വിഭജിക്കുന്നതാണ്. BJPയുടെ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർ മതത്തിന്റെ പേരിൽ ശുദ്ധീകരണം നടത്തുന്നത് രാജ്യത്തിന് ദോഷമാണ്. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം. ഇതറിഞ്ഞ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ മറുപടി ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഏറ്റവും ഉദാത്തമായ സന്ദേശമായി. ഐത്താചാരണം പാപമല്ലെങ്കിൽ പിന്നെ ലോകത്ത് പാപം എന്നൊന്നില്ല. ഖാർഗെ അപമാനിക്കുന്നത് എല്ലാവരെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. പക്ഷെ ദീപികയുടേതുൾപ്പെടെ ഈ വാർത്തയ്ക്ക് ചുവട്ടിലുള്ള സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകൾ ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാണിച്ച പാപികളുടെ സങ്കേതം ഏതാണെന്ന് സ്വയം വെളിപ്പെടുത്തുന്നു. കേന്ദ്രമന്ത്രി JP നഡ്ഡ പറഞ്ഞത് സംഭവം അത്യന്തം ഖേദകരമാണെന്നും BJPക്ക് പങ്കില്ല എന്നുമാണ്. സംഘപരിവാർ സംഘടനകളിൽ ഏതെങ്കിലും ഒന്ന് ദളിതരെയോ ആദിവാസികളെയോ ന്യൂനപക്ഷങ്ങളെയോ ആക്രമിക്കുമ്പോഴൊക്കെ BJPയും കേന്ദ്ര സർക്കാരും ഈ തള്ളിപ്പറയൽ മുഖം മൂടി യഥേഷ്ടം അണിഞ്ഞിട്ടുണ്ട്. പക്ഷെ തുടർ നടപടിയില്ലാത്ത ആ മൗനം സമ്മതമാണെന്ന് കരുതുന്ന വർഗീയ സംഘങ്ങൾ ആയുധങ്ങൾ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സവർണ രോഗികളെ തള്ളിപ്പറയുന്നതിനൊപ്പം കഠിന വകുപ്പുകൾ ചുമത്തി അഴിക്കുള്ളിലാക്കി നേരിയൊരു മുന്നറിയിപ്പെങ്കിലും അയനെ. നമുക്കൊരു സ്വപ്നമുണ്ട്. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ രാഷ്ട്രീയ അപജയങ്ങളിൽ കുടുങ്ങാതെ, മതത്തിന്റെ വേലിക്കെട്ടുകളില്ലാതെ, പ്രത്യയശാസ്ത്രത്തിന്റെ തടവറകളില്ലാതെ, സവർണബോധം എന്ന പ്രാകൃതത്വമില്ലാതെ, കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ നമുക്ക് ജീവിക്കാനാകുന്ന ഇന്ത്യ. ഈ മണ്ണിന്റെ മക്കളിൽ ഒരാൾ മറ്റൊരാളെ ഭ്രഷ്ട് കൽപ്പിക്കാത്ത, സഹജീവിയുടെ സാന്നിധ്യത്തിന്റെ പേരിൽ നിർജീവമായ കല്ലിനെയും മണ്ണിനെയും ശുദ്ധീകരിക്കാൻ ഇറങ്ങിപ്പുറപ്പെടാത്ത, ജാതി വ്യവസ്ഥ അപമാനമാണെന്ന് കരുതുന്ന ശാസ്ത്രബോധമുള്ള ഒരു തലമുറയെക്കുറിച്ചുള്ള സ്വപ്നം. ശത്രുക്കളെ തേടി നടക്കുന്ന ആൾക്കൂട്ടങ്ങളില്ലാത്ത ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നം. 1947 നാം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രരായി. പക്ഷെ പത്തിമടക്കി കിടന്നിരുന്ന തിന്മകൾ ചങ്ങലകളുമായി മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി. അവർ കാട്ടുനീതിയുടെ സ്മൃതികളുമായി രാജ്യത്തെ പിന്നോട്ട് കെട്ടിവലിക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ സ്ഥാനമളക്കുന്ന ചിന്താധാരകളെ പൊടിതട്ടിയെടുക്കുന്നു. നമ്മുടെ ദേശീയ കവിയുടെ സ്വപ്നം പോലെ മനസ്സ് ഭയരഹിതവും ശിരസ് ഉയർത്താവുന്നതുമായ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് ഇന്ത്യ ഉയരട്ടെ. ഉത്തരേന്ത്യയെന്നോ ദക്ഷിണേന്ത്യയെന്നോ വ്യത്യാസമില്ലാതെ അവനവന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും നിയമാനുസൃതമായ വേഷം ധരിക്കാനും വർഗീയവാദികളാൽ ചോദ്യം ചെയ്യപ്പെടാതെ തീവണ്ടിയിലോ ബസ്സിലോ ഉൾപ്പെടെ യാത്ര ചെയ്യാനും സാധ്യമാകുന്ന ഒരു ദിവസം നമ്മുടെ സ്വപ്നമായിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 8 പതിറ്റാണ്ട് പിന്നിട്ടപ്പോൾ ഇങ്ങനെ പോയാൽ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തിലും ഒരു കൈയിൽ ദേശീയ പതാകയും മറുകൈയിൽ സഹപൗരനെ ബന്ധിക്കാനുള്ള ചങ്ങലയുമായി സവർണ ദുർഗന്ധം വമിപ്പിക്കുന്നവർ രാജ്യത്തെ അപമാനിക്കും. നാം നിരാശരല്ല. കഴിഞ്ഞ മാസം ഡൽഹിയിലെത്തി സർക്കാരിനെ വിറപ്പിച്ച കുട്ടികളെ നയിച്ചത് അഭിജിത് ദീപ്കെ എന്ന ദളിതനാണ്. അയാളെ പിന്തുണച്ച ജാതി മത രാഷ്ട്രീയ ഭേദമന്യുള്ള കോടിക്കണക്കിന് ജനങ്ങൾ പ്രതീക്ഷയാണ്. ദളിതരെയും ആദിവാസികളെയും ന്യൂനപക്ഷങ്ങളെയും 2ാം തരം പൗരന്മാരാക്കുന്ന വണ്ടിച്ചെക്കുകൾ ഇന്നല്ലെങ്കിൽ നാളെ മാറിയേ തീരും. അത് അംഗീകരിക്കാതെ ശുദ്ധികലശങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ രാജ്യം അതിന്റെ അനിവാര്യമായ ശുദ്ധികലശത്തിന് സമയം നിശ്ചയിക്കും. നാം ഇന്ത്യക്കാരായ പൗരന്മാർ കൈകോർത്ത് അസമത്വ ചിന്തയില്ലാതെ ദേശീയ പതാക ഉയർത്തുകയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ഒരേ പാനപാത്രം പങ്കുവെക്കുകയും ചെയ്യും. ആ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മുടെ സ്വപ്നം.